ഇന്ന് നമുക്കൊരു ചിക്കൻ ദോശ ഉണ്ടാക്കിയാലോ? രാവിലെ എഴുന്നേറ്റ് എന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ആലോചിച്ച് ഫ്രിഡ്ജ് തപ്പിയപ്പോഴാണ് ദാണ്ടിരിക്കുന്നത് ദോശമാവ്. അത് കഴിഞ്ഞ് ഫ്രിഡ്ജ് നോക്കിയപ്പോൾ അതിനകത്ത് ഗ്രിൽഡ് ചിക്കൻ ബ്രസ്റ്റ് സ്ട്രിപ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചിക്കൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ഞാൻ സവോള കുറച്ച് അരിഞ്ഞ് വെച്ചു ആവശ്യത്തിന്. അതുപോലെ ഒരു പച്ചമുളക് എടുത്തു. പിന്നെ 3 കളറിലെ ക്യാപ്സിക്കം എടുത്തത്. കാരണം അതാകുമ്പോഴത്തേക്കും കൂടുതൽ ഒരു സാധനം നോക്കുമ്പോൾ ഒരു ഇച്ചിരി കളർഫുള്ളായിട്ട് ഇരിക്കുകയും ചെയ്യും. പ്ലസ് ക്യാപ്സിക്കം ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതിനുശേഷം മിക്സി എടുത്തു. മിക്സിയിൽ നമ്മൾ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയിൽ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ സ്ട്രൈപ്സ് ഇട്ടു. അപ്പോൾ വലിയ വലിയ പീസുകളൊക്കെ ഞാൻ കുഞ്ഞാക്കി ഇട്ടു. അതാകുമ്പോഴത്തേക്കും എല്ലാം ഒരുപോലെ അങ്ങ് അരഞ്ഞ് കിട്ടുമല്ലോ. എന്നിട്ട് ഒത്തിരി എനിക്ക് പൊടിഞ്ഞ് കിട്ടുകയും വേണ്ട, എന്നാൽ കുറച്ച് വലിയ വലിയ പീസായിട്ട് നിന്നാൽ അത് വലിയ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ്. കാരണം ഫ്ലേവർ എല്ലാത്തിനകത്ത് മിക്സ് ആവണമെന്നേ ഉള്ളൂ. എനിവേസ് അങ്ങനെ മിക്സിയിൽ നിന്ന് പൊടിച്ചെടുത്തപ്പോഴത്തേക്ക് ഇതുപോലെ കിട്ടി. അപ്പോൾ കുറച്ച് പീസുകൾ ഇച്ചിരി വലിയ കട്ട പോലെ കിടക്കുന്നത്, വലിയ കട്ടയിൽ ചെറിയ ചെറിയ കട്ടകളായിട്ട് കിടക്കുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലേവർ എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ നന്നായിക്കോളും. അതിനുശേഷം ഞാൻ പാൻ വെച്ചു, ഗ്യാസ് ഓണാക്കി. സോ ഞാൻ ആദ്യം തന്നെ ഒരു മീഡിയം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂട്ടിയിട്ട് എന്നിട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായി ചൂടായ ശേഷം ആണ് പിന്നെ നമ്മൾ സവോള ഇടുന്നത്. അപ്പോൾ നന്നായി ചൂടായപ്പോൾ ഞാൻ സവോള ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉപ്പ് ആഡ് ചെയ്ത് നമ്മൾ സവോള ഇപ്പോൾ വഴന്ന് കിട്ടാൻ കുറച്ചൊരു എളുപ്പമാണ് ഉപ്പ് ആഡ് ചെയ്താൽ. അപ്പം നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ഇതിന് ശേഷം ഞാൻ പിന്നെ ഉപ്പ് ഇടുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് എന്തോരാണോ അത് ഈ സമയത്തോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കുവാണ്. അതായത് ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആക്കുന്നില്ല, എന്നാലൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്നവരെ ഞാൻ ഇളക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ഒരു പച്ചമുളക്, നിങ്ങൾക്ക് എരിവനുസരിച്ച് ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഒരു പച്ചമുളക് ഞാൻ എടുത്തുള്ളൂ, എൻ്റെ ആദ്യത്തെ പരീക്ഷണം കൂടെയുണ്ട്. കൂടുതൽ എരിവായാലെന്നോർത്ത് ഒരു പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടു. അതിനുശേഷം മല്ലിപ്പൊടി ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ എല്ലാം ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളിടുക. ഞാൻ പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ ഇട്ടു, പിന്നെ കുറച്ച് ജിഞ്ചർ പൗഡർ ഇട്ട് കൊടുത്തു. എല്ലാം പൊടികളാണ് ഞാൻ ചേർത്തത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് അങ്ങനെ ഒന്നും പൊടികളാണ്. പിന്നെ കുറച്ച് മുളക് ഇട്ട് കൊടുത്തു. എല്ലാം ആവശ്യത്തിന്, ഓരോരുത്തരുടെ ആവശ്യം എങ്ങനെയാണോ അതനുസരിച്ച് ഇടുക. പിന്നെ കുരുമുളകാണെങ്കിലും കുറച്ചിട്ട് കൊടുത്തു. കുരുമുളക് കൂടി ഇടുന്നുണ്ടെങ്കിൽ മുളക് കുറച്ചിട്ടത്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. മഞ്ഞൾപ്പൊടിയാണ് എൻ്റെ ലാസ്റ്റ് പൗഡറായിട്ട് ഞാൻ ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കുകയാണ്. അതായത് ഒരു 1-2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്കും ആ മസാല ചുവയങ്ങ് മാറിക്കിട്ടും. അതിനുശേഷം നമ്മുടെ റെഡ്, ഓറഞ്ച്, ഗ്രീൻ കളറിലെ ക്യാപ്സിക്കം ആഡ് ചെയ്തു. എന്നിട്ട് ക്യാപ്സിക്കം ഒത്തിരി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനത് ജസ്റ്റ് ഇട്ട് അതിനകത്തോട്ട് മസാല പിടിക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇളക്കി മസാല പിടിക്കാനായിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഒത്തിരി വെന്ത് വരേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാവുന്ന എൻ്റെ സവോളയാണല്ലോ ഒത്തിരി അങ്ങോട്ട് വെന്ത് ബ്രൗൺ കളറൊന്നും ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ സാധനവും ആഡ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ എൻ്റെ ചിക്കൻ പൊടി ആഡ് ചെയ്യാണ്, ചിക്കൻ പൗഡർ പൊടി എന്നൊക്കെ പറയാം. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം ആ ചിക്കൻ പൊടി ഓൾറെഡി വെന്തതായിരുന്നു. കുക്ക്ഡ് ഗ്രിൽഡ് ചിക്കൻ ബ്രസ്റ്റ് സ്ട്രൈപ്പാണ് മേടിച്ചിരുന്നത്. നമുക്കിനി ഇതിന് കുക്കാവണമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി കുക്ക്ഡായിട്ടുള്ള സാധനം. നിങ്ങളിനി കുക്ക്ഡ് അല്ലാത്ത സാധാരണ ചിക്കൻ ബ്രസ്റ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ അത് നന്നായിട്ട് കുക്ക്ഡ് ആവുന്നൊരു വെയിറ്റ് ചെയ്യുക. എൻ്റെ എൻ്റെ ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് എൻ്റെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കളറായി. അപ്പോൾ എൻ്റെ സാധനം മിക്സ് ചെയ്യാനുള്ളത് ഓൾറെഡി റെഡിയായി. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാനുള്ള ഗ്യാസൊക്കെ ഓണാക്കി. അതുപോലെ ദോശയുടെ ഉണ്ടാക്കാനുള്ള പാൻ വെച്ചു. എന്നിട്ട് ആദ്യത്തെ ദോശയാണ് ഞാൻ ഇച്ചിരി നന്നായിട്ട് തന്നെ എണ്ണ എല്ലായിടത്തും ഒന്ന് തൂത്ത് കൊടുത്തു. കാരണം ഞാൻ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ദോശ നല്ല പരത്തി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ദോശയുടെ മാവ് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് പരത്തി എന്നാലാവും. ഇത് ഒത്തിരി വലിയ ദോശയുടെ ഈ പാൻ അത്ര വലുതല്ല, കുഞ്ഞതായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നാലാവും ഇത് ഒരുമാതിരി വലുതാക്കി. എന്നിട്ട് കുറച്ച് ഗീയുടെ ആഡ് ചെയ്ത് കൊടുത്തു. അതാകുമ്പോഴത്തേക്കും ആ ഗീയുടെ ഫ്ലേവറോട് വരുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് വരുമല്ലോ. എന്നിട്ട് ഞാൻ ആ ഗീ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിനി ഇച്ചിരി ക്രിസ്പി ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് 2 സൈഡ് നല്ലപോലെ ക്രിസ്പി ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ മിക്സ് ഒരു സൈഡിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതാവുമ്പോൾ നമുക്ക് മടക്കാനായിട്ട് എളുപ്പമുണ്ട്. അങ്ങനെ ഒരു സൈഡിലോട്ട് നന്നായിട്ട് ആഡ് ചെയ്ത് ആ ഒരു സൈഡ് ഫുള്ള് ഫില്ല് ചെയ്യാൻ നോക്കുവാണ്.
അതിനുശേഷം എല്ലാം നല്ല പാക്ഡാക്കി വെച്ചതിന് ശേഷം ഞാൻ ഈ സൈഡിൽ നിന്ന് ദോശ കെയർഫുള്ളായിട്ട് മടക്കി കൊടുക്കുന്നു. മടക്കി കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം സെറ്റായി. ഇനി ഇതിനകത്തൊന്നും ചെയ്യണ്ട. ഇത് എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ ഇച്ചിരൂടെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. ഇനി സെക്കൻഡ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ ദോശ ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് പൊടി മുഴുവനായിട്ട് ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് മുകളിലോട്ട് അടുത്തൊരു ദോശ വെച്ചു. അപ്പോൾ ഒരു സാൻഡ്വിച്ച് മോഡലായി. ഇങ്ങനെ കഴിച്ചാലും ഇറ്റ്സ് റിയലി യമ്മി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ചിക്കൻ ദോശ. താങ്ക് യു.